ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം രാജാവായ പാണ്ഡു ഉത്തമമായ ഒരു ഭരണം നടത്തിപ്പോന്നു. ഒരിക്കൽ പാണ്ഡുരാജൻ തൻ്റെ പത്നിമാരായ കുന്തിയെയും മാദ്രിയെയും കൂട്ടി നായാട്ടിന് പോയി. കാട്ടിൽ ഒരു പേടമാനും കലമാനും ഇണചേരുന്ന അവസരത്തിൽ പാണ്ഡു കലമാനെ അമ്പെയ്തു കൊന്നു. ആ കലമാൻ കിന്തമൻ എന്ന മഹർഷിയായിരുന്നു. മരിക്കുന്നതിനു മുൻപ് മുനിരൂപം കൈക്കൊണ്ട കിന്തമൻ പാണ്ഡുവിനെ ശപിച്ചു. വികാരവായ്പോടെ സ്ത്രീകളെ തൊട്ടാൽ തൽക്ഷണം നീ മരിച്ചു വീഴട്ടെ എന്നായിരുന്നു ശാപം. ശാപവാക്കുകൾ കേട്ട പാണ്ഡുവും പത്നിമാരും പരിഭ്രമിച്ചു നിൽക്കെ കിന്തമൻ കാലപുരി പൂകി. സന്താന സൗഭാഗ്യം സിദ്ധിക്കാതിരുന്ന പാണ്ഡു ദുഃഖിതനായി. ശേഷം സിംഹാസനം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അപ്രകാരം പാണ്ഡുവും ഭാര്യമാരും വാനപ്രസ്ഥം സ്വീകരിച്ച് തീർത്ഥാടനം നടത്തി ഒടുവിൽ ശതശൃംഗം എന്ന വനപ്രദേശത്ത് ആശ്രമം പണിത് താമസമാക്കി. ശേഷം പാണ്ഡുവിൻ്റെ ആഗ്രഹപ്രകാരം കുന്തിദേവി തനിക്ക് ലഭിച്ച പുത്രസിദ്ധി മന്ത്രങ്ങളാൽ 3 പുത്രന്മാർക്കും മാദ്രി 2 പുത്രന്മാർക്കും ജന്മം നൽകി. ഒരിക്കൽ പാണ്ഡു മാദ്രിയോടൊപ്പം വനത്തിൽ ചുറ്റി സഞ്ചരിക്കാൻ ഇറങ്ങി. വസന്തകാലത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചു നടന്ന ഇരുവരും ഒരു നിമിഷം ശാപവാക്കുകൾ മറന്ന് വികാരവായ്പോടെ ആലിംഗനബദ്ധരായി. ആ നിമിഷം തന്നെ ശാപം ഫലിച്ചു. പാണ്ഡുരാജൻ മരിച്ചു വീണു. മുനിമാർ പാണ്ഡുവിന്റെ ശരീരവും ദുഃഖിതരായ പത്നിമാരെയും മക്കളെയും ഹസ്തിനപുരിയിൽ എത്തിച്ചു. യഥാവിധി പാണ്ഡുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കവേ ആ മരണത്തിനു കാരണക്കാരിയായെന്ന് സ്വയം കരുതി മാദ്രി മക്കളെ കുന്തിയെ ഏൽപ്പിച്ച് പാണ്ഡുവിന്റെ ചിതയിൽ ചാടി അന്ത്യം വരിച്ചു.